ഹലോ. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കോവയ്ക്ക മെഴുക്കുരുട്ടി ആയാലോ. അപ്പോൾ 1/4 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി ഇതുപോലെ 2ആയിട്ട് സ്ലൈസ് ചെയ്ത് ഒന്നിനെ വീണ്ടും 3ആയിട്ട് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനെ റെഡിയാക്കി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചധികം ചെറിയ ഉള്ളി ചേർത്ത് വഴറ്റി കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ ചേർക്കുന്ന ചില്ലി ഫ്ലേക്സാണ്, ചതച്ച വറ്റൽമുളക്, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതും നന്നായി വഴഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലൊരു മിക്സ് കൊടുത്ത് വെള്ളം ഒന്നും ചേർക്കാതെ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെയും ഒരു 10 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും. നല്ലൊരു അതിൻ്റെ കളറൊക്കെ മാറി നല്ല സോഫ്റ്റ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.